എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ, അതിൻ്റെ കൂട്ടത്തിൽ അവരുടെ കറണ്ട് ഇമോഷൻസ് നിങ്ങൾക്കായിട്ട് എന്താണ് എന്ന് പെട്ടെന്ന് നോക്കിപ്പോവാം കേട്ടോ. 2-3 ദിവസം ഹസ്ബൻഡ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ടോട്ടലി സ്റ്റക്കായിരുന്നു. മദറിലൊക്കെ ഒരു ചെറിയ ഒരു സർജറി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് സ്റ്റക്കായി പോയതാണ്. ഓക്കെ, അന്ന് മുതൽ ബാക്ക് ടു നോർമൽ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആസ് ഇറ്റ് ഈസ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ, പിന്നെ അവരുടെ ഫീലിങ്സ്, ഇമോഷൻസ് നിങ്ങൾക്കായിട്ട് എന്താണ്, ഇത് രണ്ടും കൂടി ചേർത്താണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, റീഡിങ്ങിലേക്ക് പോകാം. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. പേഴ്സണൽ റീഡിംഗ് വേണ്ടവരെ കോൺടാക്ട് ചെയ്തോളൂ, ചെയ്തു തരുന്നതാണ്. ഓക്കെ, റീഡിങ്ങിലേക്ക് പോവാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ ഇപ്പോൾ എന്താണെന്നൊന്ന് പറഞ്ഞു തരൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷനിൽ എന്താണ് കാണുന്നതെന്നൊന്ന് പറഞ്ഞു തരൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ്? വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞു. വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ്? Ace of Pentacles, 5 of Swords, 10 of Cups, High Priestess, Justice, 3 of Wands, King of Swords, Empress, Sun, 6 of Wands, Ace of Wands, King of Cups, 2 of Pentacles. കറണ്ട് സിറ്റുവേഷനിൽ എനിക്ക് കൂടുതലായിട്ട് മനസ്സിലാവുന്ന മിക്സ്ഡ് എനർജീസ് ആയിട്ടാണ് നാച്ചുറലി വരിക. ഓക്കെ, എനിക്ക് മനസ്സിലാവുന്ന ഇവർ സ്പിരിച്വലി റിലേറ്റഡ് ആയിട്ട് ഒരു ധ്യാനത്തിനോ ഒരു തീർത്ഥാടനത്തിനോ അങ്ങനെ എന്തോ പോയിരിക്കുന്നതായിട്ട് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അറ്റ് പ്രസൻറ്റ് നിങ്ങളിത് കാണുന്ന സമയത്ത് കേട്ടോ. കുടുംബം കൂടെയുണ്ട് എന്നും കാണുന്നു. കുടുംബം എന്ന് പറയുമ്പോൾ മാതാപിതാക്കളാവാം, അല്ല ഇവർ മാരീഡ് ആണെങ്കിൽ ഇവരുടെ സ്പൗസ്, കുട്ടികളാവാം. ഓക്കെ, ആസ് ഇറ്റ് ഈസ് അവരുടെ ലൈഫിൽ കുറേയധികം പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. സാമ്പത്തികപരമായിട്ടും അല്ലാതെയും കുടുംബത്തിലും ചില പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി അമ്മയുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങളുടെ പേഴ്സൺ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് കൂടിയാണ്. സാമ്പത്തികം ഇച്ചിരി അവർക്ക് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടി പ്രാർത്ഥിക്കാനും കൂടി വേണ്ടിയിട്ടാണ്. നേർച്ചയോ എന്തോ ഇട്ടിട്ടുണ്ട്, അതൊന്ന് ഫുൾഫിൽ ചെയ്യാനും കൂടി വേണ്ടിയിട്ടായിരിക്കാം ഇവർ ഈ അമ്പലത്തിലേക്കോ ഒക്കെ പോകുന്നുണ്ടാവുക കേട്ടോ. പ്രാർത്ഥനാ സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ടാവുക. കുടുംബം കൂടെ ഉണ്ടെന്ന് എന്ന് കാണുന്നു. സ്ട്രെസ്സ് വല്ലാതെ അനുഭവിക്കുന്നുണ്ട് ഈ സമയം നിങ്ങളുടെ പേഴ്സൺ. മറ്റു ചിലർക്ക് അവരുടെ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെയധികം ഉണ്ട്. അവിടെ അവരുടെ സ്പൗസുമായിട്ട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട് അവർ. അത് ഒരു കോർട്ട് കേസിൽ എത്തി നിൽക്കുന്നതായിട്ട്, സെപ്പറേഷൻ കേസിലൊക്കെ എത്തി നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. അവിടെ നിങ്ങളാണ് അവരുടെ ഏക സപ്പോർട്ട് എന്നവർ കരുതുന്നു. ഓക്കെ, നിങ്ങളവരുടെ ജീവിതത്തിൽ എംപ്രസ് സാന്നിധ്യമാണ്. അപ്പോൾ നിങ്ങളെ ചൊല്ലിയുമായിരിക്കാം ഈ ഇഷ്യൂ ഉണ്ടായിരിക്കുക. ഓക്കെ, ഇവിടെ എംപ്രസ് എന്ന് പറയുമ്പോൾ അതൊരു സ്ത്രീയെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല, പുരുഷനും ആവാം. ആ എനർജി മാത്രം എടുത്താൽ മതി. വളരെ സപ്പോർട്ടീവായിട്ടുള്ളൊരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങളുമായുള്ള റിലേഷൻ വീട്ടിലറിഞ്ഞ് അതൊരു ഇഷ്യൂ ആയി അതൊരു സെപ്പറേഷനിൽ എത്തി നിൽക്കുന്നതായിട്ടും കാണുന്നു. കേസ് നടക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. നിങ്ങളാണ് അവർക്കിപ്പോൾ ആകെയുള്ള ജീവിതത്തിലുള്ള ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ അവർ അവിടെയും സ്ട്രെസ്സ് അനുഭവിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഫൈനാൻഷ്യൽ ജഗ്ലിംഗ് അവിടെയും അനുഭവിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. ഓവറോൾ നിങ്ങളുടെ പേഴ്സൺ ആസ് ഇറ്റ് ഈസ് നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹമുണ്ടെങ്കിലും അത് മനസ്സിൽ അടക്കി വെച്ച് ഒന്ന് സെറ്റിലായിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇവർ പ്രാർത്ഥിക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ട് വരണം, ഈ ജഗ്ലിംഗ് എല്ലാം തീർന്ന് നിങ്ങൾ മൊത്തം ഒരു ന്യൂ ബിഗിനിങ് വേണം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അധികം നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നതിൽ നിന്നും സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ നിന്നും അവർ കുറച്ച് പിന്നോക്കം പോയിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഈ രണ്ട് കേസിലും ആദ്യത്തേത് അമ്മയുടെ ഹെൽത്ത് റിലേറ്റഡ് അവർ കുറച്ച് വിഷമത്തിലാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം. അതിൽ
അവർ അതിലേക്ക് ഫോക്കസ് ചെലുത്തുന്നതായിട്ട് അവർക്ക് ബാക്കി കാര്യങ്ങളെല്ലാം പിന്നീട് എന്ന് ചിന്തിക്കുമല്ലോ. രണ്ടാമത് ഇപ്പോൾ ഈ കേസ് നടക്കുന്നവിടെ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ അവിടെയും കുറച്ചൊന്ന് കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയിലേക്ക് ഇരിക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഓവറോൾ അവർ ചിന്തിക്കുന്നത് കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ട് തന്നെ വരും, അതിനുവേണ്ടി അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ഫൈനാൻഷ്യൽ കാര്യം ഒന്ന് സെറ്റിലാക്കാനും അവർ ശ്രമിക്കുന്നതായിട്ട് കാണുന്നു. പല കൺഫ്യൂഷൻസിൽ കൂടി അവരിപ്പോൾ ഈ സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നും കാണുന്നു. ഓക്കെ, കൂടുതൽ എന്തെങ്കിലും അറിയാൻ പറ്റുമോ നോക്കാം. കേസ് ബൈ കേസ് എടുത്തോളണം കേട്ടോ. The world, wheel, hanged man, okay. Queen of wands, knight of swords, 5 of cups. പലരുടെയും പേഴ്സൺ ലോങ് ഡിസ്റ്റൻസിലാണെന്ന് കാണുന്നു. ഒന്നുകിൽ ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്തായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന അവിടെ നിന്നും ട്രാവൽ ചെയ്ത് വേണം നിങ്ങൾക്ക് തമ്മിൽ കാണാൻ എന്നുള്ള സാഹചര്യം. അവിടെ ഒരു നല്ല സമയം വരാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ടും കാണുന്നു. ഇപ്പോൾ സിറ്റുവേഷനിൽ സ്റ്റക്കാണ്. കാരണം എടിപിടി എന്ന് പറഞ്ഞ് എടുത്ത് ചാടി ഓടി വന്ന് നിങ്ങളെ കാണാനുള്ളൊരു സാഹചര്യം അവർക്കിപ്പോൾ ഇല്ല. പക്ഷേ നിങ്ങളെ അവർ ഒരു നിമിഷം പോലും മറന്നിട്ടില്ല. ഓക്കെ, ഓരോ നിമിഷവും നിങ്ങളുടെ മുഖം അവരുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അവരുടെ സിറ്റുവേഷൻ. ആ ഓർമ്മ വരുമ്പോഴെല്ലാം ആ വല്ലാത്തൊരു മിസ്സിങ് എനർജി ഫീൽ ചെയ്യും. ആ മിസ്സിങ് എനർജി ഫീൽ ചെയ്യുമ്പോൾ ഓടി നിങ്ങളുടെ അടുത്തേക്ക് എത്താനുള്ള ഒരു ഏർജാണ് അവർ ഫീൽ ചെയ്യുന്നത് കേട്ടോ. പക്ഷേ അതിനെ കൺട്രോൾ ചെയ്തിരിക്കുക എന്നല്ലാതെ അവരുടെ അടുത്ത് വേറെ മാർഗമൊന്നുമില്ല അവരുടെ കറണ്ട് സിറ്റുവേഷനിൽ. ഓക്കെ, ഒന്നിൽ ജോലി സംബന്ധമായിട്ടായിരിക്കാം ഇവർ മറ്റൊരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ടാവുക. ഓക്കെ, പക്ഷേ വെയിറ്റിംഗ് പീരീഡ് കാണുന്നു. സമയം ശരിയായി വരണം, അപ്പോളേ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ സാധിക്കുള്ളൂ എന്നുള്ളത്. കുറച്ച് കാർഡ്സ് കൂടി എടുക്കാം. ടെമ്പറൻസ്, 8 of cups, 3 of cups, the moon, strength, page of cups. ഓക്കെ, വീണ്ടും എനിക്ക് മിസ്സിങ് എനർജി ലോങ് ഡിസ്റ്റൻസ് കാണുന്നു കേട്ടോ. ഇവിടെ അവർ ക്ഷമിച്ചിരിക്കുകയാണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഇവിടെ പെർട്ടിക്കുലർലി ലോങ് ഡിസ്റ്റൻസിൻ്റെ ഒപ്പം തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷനും കാണുന്നു. അവരുടെ തേർഡ് പാർട്ടി അവരുടെ അടുത്തുള്ളതുപോലെ ഒരു ഫീലിംഗ് ആണ്. അതുകൊണ്ട് അവർ ആ 2 റിലേഷൻഷിപ്പും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവരെയും വിടാൻ വയ്യ, നിങ്ങളെയും വിടാൻ വയ്യ എന്നുള്ളൊരു സിറ്റുവേഷൻ. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആയി പോകുന്ന ഒരവസ്ഥയിൽ അവർ വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ മൂൺ വെച്ചിട്ട് മിസ്സിങ് എനർജി വളരെ അധികം തോന്നുന്നുണ്ട്. അതുമാത്രമല്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഒരു ഇൻസെക്യൂരിറ്റിയും ഫീൽ ചെയ്യുന്നുണ്ട്. അവർ ഈ പ്രശ്നമൊക്കെ സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഇവർ ഈ ജഗിൾ ചെയ്ത് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ വിട്ടിട്ട് പോകുമോ എന്നുള്ളൊരു ഭയവും അവർക്കുണ്ട്. അവർ പരമാവധി അവരുടെ സുഹൃത്തുക്കൾ വഴിയോ മറ്റെന്തെങ്കിലും ഓൺലൈൻ ത്രൂ അല്ലെങ്കിൽ നിങ്ങളെ വാട്സാപ്പ് അങ്ങനെയൊക്കെ വഴി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാറുണ്ടായിരിക്കും. സുഹൃത്തുക്കൾ വഴി കോൺടാക്റ്റ് ചെയ്യാറുണ്ടായിരിക്കും. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം മറ്റുള്ളവർ വഴി അന്വേഷിച്ച് അറിയാറുണ്ടായിരിക്കും. പക്ഷേ ഇടയിൽ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ അവർ നിങ്ങൾക്ക് തരുന്ന ഒരു സിറ്റുവേഷനും ഉണ്ട്. അവർക്കതിൽ വിഷമമുണ്ട്. പക്ഷെ അവരുടെ സിറ്റുവേഷൻ അങ്ങനെയാണ്. തേർഡ് പേഴ്സൺ കൂടെ ഉള്ളതുകൊണ്ട് വിചാരിക്കുന്ന രീതിയിൽ കോൺടാക്റ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കാറില്ല. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി ക്ഷമിക്കണം എന്നും അവർ പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഒരു 3-4 കാർഡ്സ് കൂടി എടുത്തിട്ട് അടുത്ത അവരുടെ ഇമോഷൻസിലേക്ക് നമുക്ക് പോകാം. 7 of Pentacles, 3 of Pentacles, 9 of Wands, 2 of Wands, 9 of Pentacles. ഓക്കെ, ഗുഡ്. 2 of Cups. അവിടെ അവർ നിങ്ങളുടെ പേഴ്സൺ അടുത്ത സിറ്റുവേഷൻ, നിങ്ങളുടെ പേഴ്സൺ ജോലി സംബന്ധമായിട്ട് അവരുടെ ടീമിൻ്റെ ഒപ്പം, ഒഫീഷ്യൽ ടീമിൻ്റെ ഒപ്പം ദൂരദേശത്തേക്ക് പോയിരിക്കുകയാണ്. എനിക്ക് എബ്രോഡ് പോയിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ റെസ്ട്രിക്ഷൻ ആണ്. അവിടെയും ടീം മെമ്പേഴ്സൊക്കെ എപ്പോഴും കൂടെ ഉള്ളതുകൊണ്ട് റെഗുലറായിട്ട് കോണ്ടാക്റ്റ് പോസിബിൾ ആവുന്നില്ല. നിങ്ങൾക്കും ടെൻഷനാണ്, ഇവർ പോയിട്ട് വരില്ലേ എന്നൊക്കെ ഒരു ടെൻഷൻ നിങ്ങളും ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ ആ ജോലിയിൽ അല്ലെങ്കിൽ ആ പ്രോജക്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ടീമിൻ്റെ ഒപ്പമാണ്. അവർക്കവിടെ ഭയങ്കര തിരക്കാണ്. ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു വർക്ക് കംപ്ലീഷൻ അവരുടെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ തന്നെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവർക്കിത് അത്യാവശ്യമാണ്.
ഇതിൻ്റെ കംപ്ലീഷൻ, അതായത് ഈ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് ഇവരുടെ സ്വന്തം ഉന്നമനത്തിന് ആവശ്യമാണ്. മനസ്സിലായില്ലേ? ഒരു പ്രൊമോഷൻ ആയിരിക്കാം, ഇൻക്രിമെൻ്റ് ആയിരിക്കാം, അങ്ങനെ അല്ലെങ്കിൽ ഒരു ഹയർ ഗ്രേഡിലേക്ക് പോകാനോ അല്ലെങ്കിൽ മറ്റൊരു ജോബിലേക്ക് ചേഞ്ച് ചെയ്യാനോ ഒക്കെ ഈ ഒരു അച്ചീവ്മെൻ്റ് അവർക്ക് കൂടിയേ തീരൂ എന്നുള്ളതാണ്. അപ്പോൾ അവർ പറയുന്നത് ഒന്ന് കറൻറ്റ് സിറ്റുവേഷനിൽ അവർ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ തടസ്സം നേരിടുന്നുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് റീയൂണിയന് വേണ്ടി എത്തിച്ചേരും കേട്ടോ എന്ന് തന്നെയാണ് അവരുടെ മനസ്സിൽ അവർ ചിന്തിക്കുന്നത്. അവിടെ ഒരിക്കലും നിങ്ങളെ മറന്നിട്ടല്ല, അവിടെ ഒരു തേർഡ് പേഴ്സൻ്റെ കൂടെ ഒന്നല്ല അവർ ഇരിക്കുന്നത്. ഒരു ടീം ഓഫ് ആൾക്കാരുണ്ട്, അവരുടെ ഓഫീസിലെ കൂടെ ജോലി ചെയ്യുന്ന കുറേ അധികം ആൾക്കാരുണ്ട്, അവരുടെ ഒപ്പമാണ് അവർ ഉള്ളത്. അവിടെ ഒരിക്കലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനല്ല, വർക്കാണ് അവിടെ, അവർക്ക് കരിയറാണ് അവിടെ തടസ്സമായിട്ട് വരുന്നത്. അതിൻ്റെ കംപ്ലീഷന് ശേഷം അവർ തീർച്ചയായും റീയൂണിയന് നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തും എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഇതായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷൻസ്. പല പല സിറ്റുവേഷൻസ് നമ്മളിപ്പോൾ കണ്ടു. ഇതിലേത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു അത് എടുക്കുക കേട്ടോ. ഇനി അവരുടെ ഇമോഷൻസിലേക്ക് നമുക്ക് പോകാം. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള കറൻറ്റ് ഇമോഷൻസ് എന്താണെന്നും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിനോടുള്ള കറൻറ്റ് ഇമോഷൻസ് എന്താണെന്ന് കൂടി ഒന്ന് പറഞ്ഞു തരൂ. സ്ട്രോങ്ങസ്റ്റ് ഇമോഷൻസ് എന്താണ് എൻ്റെ പേഴ്സണ് എൻ്റെ വ്യൂവേഴ്സിനോടുള്ള എന്നൊന്ന് പറഞ്ഞു തരൂ. Strongest emotions of my viewers person for my viewers. Strongest emotions of my viewers person for my viewers. Please guide them. Please guide. Nine of Pentacles, good. Empress, Seven of Pentacles, Emperor, excellent. Lovers, Knight of Swords, Judgment, Wheel. മറ്റേതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് തന്നെയല്ലേ ഇപ്പോൾ വരുന്ന Two of Cups, Page of Cups, King of Pentacles, King of Swords. അല്ലേ? കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞേ? Tower. Clarify Tower. The Moon. നേരത്തെ നമ്മുടെ റീഡിങ്ങിൽ കണ്ടതിൻ്റെ ഒരു റെപ്പിറ്റേറ്റീവ് ഇതായിട്ട് തന്നെയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. അതായത് അവരുടെ കറൻറ്റ് സിറ്റുവേഷനിൽ നമ്മൾ എന്താണോ കണ്ടത് അതിൻ്റെ ഒരു റെപ്പിറ്റേഷൻ ആയിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. ഓക്കെ, അതായത് അവർ ഇപ്പോൾ അവരുടെ വർക്കിൽ ബിസിയാണ്, സ്വന്തം കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സൺ ഫീൽ ചെയ്യുന്നുണ്ട്. 9 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, അവർക്കൊരു പ്രോജക്റ്റ് കംപ്ലീഷൻ അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇവർ ആ ഒരു ടീമിൻ്റെ റെസ്പോൺസിബിൾ പേഴ്സണാണ്. ഒരു മാനേജറിയൽ ലെവലിൽ അല്ലെങ്കിൽ ഒരു ടീം ലീഡായിട്ടൊക്കെ ഇരിക്കുന്ന വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. അപ്പോൾ അവർ ജോലിയിൽ ഭയങ്കര തിരക്കിലാണ്. ആസ് ഇറ്റ് ഈസ് അവർ ഭയങ്കര തിരക്കിലാണ്. പക്ഷെ ആ തിരക്കിൻ്റെ ഇടയിലും അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. കാരണം നിങ്ങൾ അവരുടെ ജീവിതത്തിലെ എംപററും എംപ്രസുമാണ് അല്ലേ? രണ്ടുപേരും രണ്ട് കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അവരുടെ പാർട്ട്ണറായിട്ട് തന്നെയാണ് കാണുന്നത്. ഒന്നുകിൽ ഇത് നിങ്ങളുടെ സ്വന്തം ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യയാണ്, അല്ലെങ്കിൽ അതുപോലെ മനസ്സിൽ കാണുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി മനസ്സുകൊണ്ട് അവരുടെ പാർട്ട്ണറാണ്. ആ സ്ഥാനത്ത് തന്നെയാണ് സ്ത്രീയായാലും പുരുഷനായാലും പരസ്പരം നിങ്ങൾ കാണുന്നത്. മനസ്സിലായോ? ആസ് ഇറ്റ് ഈസ് അവർ ആ ജോലിയിൽ തിരക്കിലാണ്. തിരക്കിൻ്റെ ഇടയിലും നിങ്ങളുടെ മുഖം മനസ്സിൽ വന്നു പോകുന്നു. ഈ തിരക്ക് കാരണം നിങ്ങളെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അവിടെ ടവർ വന്നിരിക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ 1-2 ദിവസമൊക്കെ ടോട്ടലായിട്ട് ഒരു മെസ്സേജൊന്നും അയക്കാതെ ഇരിക്കുന്ന അവിടെ നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ട്. റിലേഷൻ എഫക്റ്റ് ആവുകയാണോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത നിങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പാർട്ട്ണർ എന്തുകൊണ്ടാണ് വിളിക്കാത്തതെന്ന് നമുക്ക് തോന്നുമല്ലോ. അങ്ങനെ അങ്ങോട്ട് തിരക്കുണ്ടോ? ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ചെയ്യാൻ മാത്രം സമയമില്ലാത്ത അത്രയും ഒരു തിരക്കാണോ എന്നുള്ളൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ ജെന്യുവൻലി തിരക്കിലാണ് കേട്ടോ. തിരക്കിലായതുകൊണ്ട് തന്നെയാണ് അവർക്ക് ചെയ്യാൻ പറ്റാത്തത്. നിങ്ങളെ വൈഫോ ഹസ്ബൻഡോ ആണെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കാണും ചില ദിവസം കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ഒരു റിലേഷൻഷിപ്പിലാണ് എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അവരുടെ ടീം അവരുടെ കൂടെ ഉള്ളത് കൊണ്ട്
അവർക്ക് നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാൻ സാധിക്കുന്നില്ല എന്നൊരു സിറ്റുവേഷനാണ്. എപ്പോഴും ആരെങ്കിലും കൂടെയുണ്ട്. അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹം തന്നെയാണ്, നിങ്ങളൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്നും അവർ കരുതുന്നു, ഉറച്ചു വിശ്വസിക്കുന്നു കേട്ടോ. ഈ സിറ്റുവേഷൻ ഒന്ന് തരണം ചെയ്ത് കഴിഞ്ഞാൽ, ഇതൊരു സക്സസ്ഫുൾ കംപ്ലീഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് ഓടി എത്തണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ഈ ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ഈ ഒരു സക്സസ് നിങ്ങളെയും കൂടി ബാധിക്കുന്നതാണ്, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് നല്ലൊരു ജീവിതം തരാൻ വേണ്ടിയിട്ടും നിങ്ങൾക്കും കൂടി, അവർക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടിയാലും അതിൻ്റെ ഗുണം നിങ്ങൾക്കും കൂടിയാണ് അല്ലേ? കാരണം നിങ്ങളവരുടെ പാർട്ട്ണറാണ്. അപ്പോൾ നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് അവർ അധ്വാനിക്കുന്നതെന്നാണ് അവർ ചിന്തിക്കുന്നത്. അവരുടെ നേട്ടത്തിൽ നിങ്ങൾ അഭിമാനിക്കുമെന്ന് അവർ ചിന്തിക്കുന്നു. നിങ്ങളെ ഇമ്പ്രസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടി എൻ്റെ പുറകിലുണ്ട്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് ഈ ഒരു സിറ്റുവേഷൻ പോസിറ്റീവായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓടി നിങ്ങളുടെ അടുത്തേക്ക് എത്തണം, നിങ്ങളെ ചേർത്ത് പിടിക്കണം, റീയൂണിയൻ വേണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഇവർക്ക് സമയം കിട്ടുന്ന സമയത്ത് ഇടയിൽ എപ്പോഴാണോ അവർക്ക് പോസിബിൾ ആവുന്നത് ആ സമയത്ത് അവർ തീർച്ചയായും നിങ്ങൾക്ക് മെസ്സേജ് അയക്കും, നിങ്ങളെ കോൾ ചെയ്യും ഉറപ്പായിട്ടും. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി അവർ ആഗ്രഹിക്കുന്നുണ്ട്, ലോങ് ടേം. ഇത് ചുമ്മാ തമാശയ്ക്കുള്ളൊരു റിലേഷനൊന്നും അല്ല. ഹസ്ബൻഡ് ആൻഡ് വൈഫാണെങ്കിൽ അത് ലൈഫ് ലോങ് റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത്. അല്ല നിങ്ങൾ ഓൾറെഡി പാർട്ട്നേഴ്സാണ്, കല്യാണത്തിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ ആ കല്യാണത്തിലേക്ക് അത് എത്തുകയും ചെയ്യും. ലൈഫ് ലോങ് ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ആത്മാർത്ഥമായിട്ടും ചിന്തിക്കുന്നതായിട്ട്. റീയൂണിയൻ അവരും ആഗ്രഹിക്കുന്നുണ്ട്. മണിക്കൂർ കണക്കിന് നിങ്ങളുടെ അടുത്തിരുന്ന് സംസാരിക്കണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ആസ് ഇറ്റ് ഈസ് അവർ കുറച്ചൊരു പ്രാക്ടിക്കൽ അപ്രോച്ച്, ആ ഇമോഷൻസിന് മേലേക്ക് പ്രാക്ടിക്കാലിറ്റി എടുത്ത് വെച്ചിട്ട് ഇരിക്കേണ്ടുന്ന ഒരു സിറ്റുവേഷനിൽ അവർ പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു ടവർ മൂവ്മെൻറ്റ് നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നത്. അതൊരു പെർമനൻറ്റ് ടവർ അല്ല, അതൊരു റിയൂണിയനിൽ കലാശിക്കുന്ന ഒരു ടെമ്പററി സെപ്പറേഷൻ ആണ് കേട്ടോ. അവിടെ വിട്ടുപോയതൊന്നും അല്ല, അവരുടെ സാഹചര്യം കാരണം അവർ സ്റ്റക്കായിട്ട് നിൽക്കുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, കൂടുതൽ ഫീലിങ്സ് ഇമോഷൻസ് പറഞ്ഞു തരൂ. അവരെ കൂടുതൽ കുറ്റപ്പെടുത്തി അവരെ വിഷമിപ്പിക്കണ്ട കേട്ടോ. അവർ തിരിച്ചു വരുന്ന സമയത്ത് സ്നേഹമായിട്ട് തന്നെ സംസാരിക്കുക. അവരുടെ പ്രശ്നം അവർക്കല്ലേ അറിയൂ. വല്ലാത്ത മിസ്സിങ് എനർജിയാണ് നിങ്ങളെ. ഓക്കെ, അവർ നിങ്ങൾ സന്തോഷിച്ചിട്ടൊന്നുമല്ല അവിടെ ഇരിക്കുന്നത്. അവരുടെ അവസ്ഥ അങ്ങനെ ആയിപ്പോയതുകൊണ്ട് അങ്ങനെ പെട്ടിരിക്കുകയാണ്, റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ചുറ്റും ആൾക്കാരുണ്ട്, വിചാരിച്ച പോലെ ഫോൺ എടുത്ത് വിളിക്കാനോ, അടുത്തടുത്ത ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും, ഇവർ ഫോൺ എടുത്ത് മെസ്സേജ് ചെയ്താൽ അവർക്ക് കാണാൻ പറ്റും. അതൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ. അതെല്ലാം വിചാരിച്ചിട്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത്. നിങ്ങൾ അവരുടെ ലൈഫിലെ ലക്കി ചാമാണെന്ന് അവർ വിചാരിക്കുന്നു കേട്ടോ. നിങ്ങൾ വന്നതിന് ശേഷമാണ് അവർക്ക് ഈ സൗഭാഗ്യങ്ങളെല്ലാം കൈ വന്നത് എന്നും അവർ തീർച്ചയായിട്ടും കരുതുന്നുണ്ട്. ഈ നിങ്ങളെ വിട്ട് കളയാനൊന്നും ഒരു സ്വപ്നത്തിലും ചിന്തിക്കുന്നില്ല. ഓക്കെ, ആ നക്ഷത്രത്തിനെ ആ ലേഡി പിടിച്ചു വെച്ചിരിക്കും പോലെ നിങ്ങളെ പിടിച്ചു വെക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളെന്നും അവരുടെ ലൈഫിൽ വേണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. ആസ് ഇറ്റ് ഈസ് ലോങ് ഡിസ്റ്റൻസിലാണ് യാത്ര പോകേണ്ടുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് മെസ്സേജസൊക്കെ ഓൺ ആൻഡ് ഓഫ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അതിൽ അവർക്ക് വിഷമം അവർ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ അവരുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ഇവർ ഈ പോകുന്നതിന് മുന്നേ നിങ്ങളുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരിക്കും, നിങ്ങളോട് കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ മുഖം മറന്നിട്ടുള്ള ഒരു നിമിഷം പോലും അവരുടെ ജീവിതത്തിൽ ഇല്ല എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. കമ്മ്യൂണിക്കേഷനെ കുറിച്ച് തീർച്ചയായും നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. സന്ദർഭം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നും കാണുന്നു. ഫോട്ടോസ് ആവട്ടെ, നിങ്ങൾ അപ്ഡേറ്റ് ഇടുന്നത് എല്ലാം ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സുഖമാണല്ലോ എന്നുള്ളത് അവർ ഉറപ്പ് വരുത്തുന്നുണ്ട് കേട്ടോ. വീണ്ടും ലോങ് ഡിസ്റ്റൻസ് വല്ലാതെ ബോദർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. കിങ് ഓഫ് വാൻസ് ആൻഡ് ക്വീൻ ഓഫ് വാൻസ്, വീണ്ടും അവർ നിങ്ങളെ ഒരു പാർട്ട്ണറായിട്ട് തന്നെയാണ്, അവരുടെ രണ്ടാമതാണ് ഈ കാർഡ് വന്നിരിക്കുന്നത് അല്ലേ. ഇതേപോലെ പെയർഡ് കാർഡ്സ് വരുന്നത്. നിങ്ങൾ അവരുടെ ലൈഫ് പാർട്ട്ണർ തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ആണ് അവർ ഏറ്റവും ഡിപ്പെൻഡ് ചെയ്യുന്നത്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. പരസ്പരം നിങ്ങൾ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. ഇവരുടെ സക്സസ് നിങ്ങളുടെയും കൂടി സക്സസ് ആണ് കേട്ടോ. അങ്ങനെ തന്നെയാണ് അവർ കരുതുന്നത്. നിങ്ങളുടെ സക്സസ് അവരുടേതാണ്, അവരുടെ സക്സസ് നിങ്ങളുടേതാണ്. അപ്പോൾ അങ്ങനെ പരസ്പരം താങ്ങായി നിൽക്കുന്ന രണ്ട് വ്യക്തികളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് അവർ ഈ ഹാർഡ് വർക്ക് ചെയ്യുന്നത് എന്നും അവർ കരുതുന്നുണ്ട്. തീർച്ചയായും നിങ്ങളെ ഒരു പാർട്ട്ണറായിട്ട് തന്നെയാണ് മനസ്സിൽ കാണുന്നത്. ആസ് ഇറ്റ് ഈസ് തടസ്സങ്ങൾ ഫീൽ ചെയ്യുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്താണ് അവർ ഈ ജോബിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നാച്ചുറലി ഒരു പ്രൊജക്റ്റിനൊക്കെ പോകുമ്പോഴത്തേക്കും അതിൽ തടസ്സങ്ങൾ ഉണ്ടാവും. അതെല്ലാം
തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കാണുന്നു. വല്ലാത്ത എന്താ പറയുക, പൊസസീവും പ്രൊട്ടക്റ്റീവുമാണ് നിങ്ങളെ പ്രതി അവർ. ഓക്കെ, നിങ്ങളെ കാണുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഇതുപോലെ നെഞ്ചോട് ചേർത്ത് പിടിക്കണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. എത്രയും വേഗം ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് ഓടിയെത്തണം എന്ന് തന്നെയാണ് അവരുടെ മനസ്സിൽ. നിങ്ങൾ അവരുടെ കുടുംബം തന്നെയാണ് എന്നും അവർ കരുതുന്നു. ഓൾറെഡി ഒരു പക്ഷേ നിങ്ങൾ ഫാമിലി തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫാമിലിയാണ് നിങ്ങൾ, ഫാമിലിയിൽ ഇൻക്ലൂഡഡ് ആണ് നിങ്ങളെന്നും അവർ കരുതുന്നുണ്ട് കേട്ടോ. ഏറ്റവും സ്റ്റേബിളായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. അവരും വളരെ തീവ്രമായിട്ട് കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ട് ആലോചിക്കുന്നുണ്ട്. എത്രയും വേഗം നിങ്ങളെ വിളിക്കണം, സംസാരിക്കണം. അവിടെ മെസ്സേജ് പോലും അല്ല, അവർക്ക് വിളിച്ച് നിങ്ങളുടെ ശബ്ദം കേൾക്കണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, ഒരു 2-3 കാർഡ് കൂടെ എടുക്കാം. ഇമോഷൻസ്, നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ അവർ കരുതുന്നുണ്ട്. അവർ ആസ് ഇറ്റ് ഈസ് ജീവിതത്തിൽ ഹാപ്പിയാണ്, പക്ഷേ നിങ്ങളും കൂടി ഉണ്ടെങ്കിലേ അവരുടെ ജീവിതം പൂർണ്ണമാകുന്നുള്ളൂ, അവരുടെ അച്ചീവ്മെൻറ്റ്സ് പൂർണ്ണമാകുന്നുള്ളൂ എന്നും അവർ ചിന്തിക്കുന്നു കേട്ടോ. ആസ് ഇറ്റ് ഈസ് അവർ ഹാർഡ് വർക്കിലാണ്. ഈ ഹാർഡ് വർക്ക് അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് സക്സസ് ആക്കേണ്ടുന്നത് അവരുടെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ അതിലേക്ക് പൂർണ്ണമായ ഫോക്കസ് കൊടുക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഒന്ന് ക്ഷമിച്ച് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം എന്നാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഒരുപാട് സ്നേഹം തന്നെയാണ് അവർ ഈ അച്ചീവ്മെൻറ്റിന് വേണ്ടി ശ്രമിക്കുന്നത്. നിങ്ങൾക്കും കൂടി വേണ്ടിയാണ്. എന്ത് തന്നെ ആയാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അവരുടെ പാർട്ട്ണറായിട്ട്, അവരുടെ സ്പൗസായിട്ട് തന്നെയാണ് മനസ്സിൽ കണ്ടിരിക്കുന്നത്. തീർച്ചയായും ഒരു കോണ്ടാക്റ്റ് നിങ്ങൾക്ക് എത്രയും വേഗം അവരുടെ സൈഡിൽ നിന്ന് വരുന്നതാണ്. ഈ ടവർ മൊമെൻറ്റ് മാറിപ്പോകുന്നതാണ് കേട്ടോ. ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിംഗ്. അപ്പോൾ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യും, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റും ചെയ്യുക. ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ, എന്നാലേ നമ്മുടെ വീഡിയോക്ക് ഇച്ചിരി റീച്ച് കിട്ടത്തുള്ളൂ കേട്ടോ. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ കോൺടാക്റ്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ വേറൊന്നുമില്ല. അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.